ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എങ്ങനെയാണ് ഇൻഫിനിറ്റി ഡാവോയിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ്, സേഫ്പാൽ ഇതുപോലുള്ള ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റാണ്. അപ്പോൾ നമുക്കിതിനായി വേണ്ടത് ഫസ്റ്റ് ഇതൊരു പോളിഗൺ നെറ്റ്വർക്കിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോളുണ്ട് എൻ്റെ കയ്യിൽ 2 എണ്ണം, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റി ഡാവോൻ്റെ ടോക്കണും ഉണ്ട് 1 എണ്ണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനായി നമ്മൾ നമ്മുടെ അപ്ലൈയിൽ നിന്ന് ഒരു റെഫർ ലിങ്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ചോദിച്ച് വാങ്ങുക. അതിനുശേഷം ഇതിൽ ഡിസ്കവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് ഏറ്റവും താഴെയായിട്ട്, അതിൽ ടച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ ദി URL എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അവിടെ ടച്ച് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ലിങ്ക് അതിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ആരോ മാർക്കുണ്ട് താഴെ, അത് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിനെല്ലാം നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കോൺട്രാക്റ്റ് ചോദിക്കും. അവിടെ ഫസ്റ്റ് വരുന്നതിൽ കൺഫേം കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വാലറ്റ് ഒരു പാസ്വേഡ് കൊടുക്കും. ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ വാലറ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി കാണിക്കും. അതായതിന് ശേഷം നമുക്കിവിടെ ഒരു 3 ലൈനുണ്ട്. ആ 3 ലൈനിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈനുണ്ട്. അതിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സ്റ്റേക്കിൽ ടച്ച് ചെയ്യുക. സ്റ്റേക്കിൽ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് 24 മണിക്കൂർ സ്റ്റേക്ക് ചെയ്യാം, 45 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്യാം, 90 ദിവസമുണ്ട്, 180 ഉണ്ട്, 360. ഞാനിതിൽ തിരഞ്ഞെടുക്കുന്നത് 360 ദിവസമാണ്. കാരണം അതിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെയിലി 1% റിട്ടേൺ ലഭിക്കും. അപ്പോൾ സ്റ്റേക്ക് ഓപ്ഷനിൽ കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും ടോപ്പിൽ ഐഡിയൽ ബാലൻസ് ഒരു ഐഡിയൽ എന്ന് എഴുതി കാണിക്കും. നമ്മൾ താഴെ എന്താക്കുന്നു, ഈ മാക്സിൽ ടച്ച് ചെയ്യുന്നു, അപ്രൂവ് കൊടുക്കുന്നു. അപ്രൂവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടച്ച് ചെയ്യുന്നു. വീണ്ടും നമുക്കൊരു അപ്രൂവ് ചോദിക്കും, അതിന് അപ്രൂവ് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ചോദിക്കും. നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്രൂവൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേക്ക് കൊടുക്കുക. ഒന്നും കൂടി അവിടെ തന്നെ നമ്മൾ സ്റ്റേക്ക് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. വീണ്ടും പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ്, അപ്പോൾ ഏറ്റവും ടോപ്പിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേക്ക് ഓപ്ഷനിൽ പോവുക. സ്റ്റേക്ക് ഓപ്ഷനിൽ പോയതിന് ശേഷം മൈ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. മൈ സ്റ്റേക്കിങ്ങിൽ നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഫിക്സഡ് സ്റ്റേക്ക് 360 ഡേയ്സ്, ടോട്ടൽ ക്യാപിറ്റൽ 1 ഐഡിയൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കാണണമെങ്കിൽ ഇവിടെ ഒരു കണ്ണിൻ്റെ പോലെ ഒരു ഐക്കണുണ്ട്. അതിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡെയിലി നമുക്ക് എല്ലാ ദിവസവും 12 മണിക്കൂർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ കോമ്പൗണ്ടിങ് നടക്കും. അത് നമുക്ക് ഇവിടെ 12 മണിക്കൂറിന് ശേഷം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് നോ സ്റ്റേക്ക് റിലീസ് ഹിസ്റ്ററി എന്ന് എഴുതി കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ റെഫർ ലിങ്ക് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവർ റെഫർ ലിങ്ക് വിൽ ബി ആക്ടിവേറ്റഡ് 1 സ്റ്റേക്ക്. അത് നമുക്കിപ്പോൾ ഒരു സ്റ്റേക്ക് നമ്മൾ ഒരു ഐഡിയൽ ടോക്കൺ നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്തു. ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ റെഫർ ലിങ്ക് അവിടെ എനേബിൾ ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു.